എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറുപയർ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനാവശ്യമായ സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ഞാനൊരു പാൻ എടുത്ത് അതിലേക്ക് ചെറുപയർ കഴുകി എടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുക്കുന്നത് 150 ഗ്രാം ചെറുപയറാണ്. ഇത് നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. ഞാനിതൊരു 4 പ്രാവശ്യം കഴുകിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം. ഗ്യാസ് കത്തിച്ച് അടുപ്പിലേക്ക് വെക്കുന്നു. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തീ ചെറുതായി നമുക്കൊന്ന് വെക്കാം. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി ഇളക്കിയിട്ട് അടച്ചു വെച്ച് ഒന്നുകൂടി വേവിക്കാം. ഇപ്പം പയർ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് വെന്തെടുക്കാം. ഇനി ഞാനൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണയൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായ കടുക് ചേർക്കാം. ഈ കടുക് നന്നായി ഒന്ന് പൊട്ടി വന്നോട്ടെ. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 4 കഷ്ണം പച്ചമുളക് നടുവേ കീറിയത്, ചെറിയ ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 10-11 അല്ലി വെളുത്തുള്ളി, 2 വറ്റൽമുളക്. ആദ്യം കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞത് നമുക്കിടാം. ഇതൊന്ന് ബ്രൗൺ നിറമായി വന്നുകൊള്ളട്ടെ. അതിനുശേഷം ഞാനിതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. ഒരു 10-11 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് പച്ചമുളകാണ് ചേർക്കുന്നത്. ഇതൊന്ന് നന്നായി വഴന്നു വന്നോട്ടെ. നമുക്കൊന്ന് ഇളക്കാം. പച്ചമുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നോട്ടെ. ഇനി ഞാനിതിലേക്ക് വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അതൊന്ന് നന്നായി ഇളക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു 10-15 അല്ലി ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതാണ്. അതുകൂടി ചേർത്ത് നമുക്ക് നന്നായി വഴറ്റാം. ഇതൊന്ന് നന്നായി വഴന്നു വരുന്നതിന് വേണ്ടി ഈ സമയം ഞാനിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴന്നു വരും, ഉള്ളി, സവോള അങ്ങനെയുള്ളതൊക്കെ. ഇതൊന്ന് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു തക്കാളിയാണ്. ഒരു പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞത്, അതുകൂടി ഞാനിതിലേക്ക് ചേർക്കുന്നു. ഇതും കൂടെ ഒന്ന് നന്നായി ഇളക്കാം. ഇതൊന്ന് നന്നായി വഴന്നു വന്നോട്ടെ.
ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതുകൂടി ചേർക്കാം. വീണ്ടും ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. വീണ്ടും ഞാനിതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. അതും കൂടി ചേർക്കാം. വീണ്ടും ഞാനിതിലേക്ക് ചേർക്കുന്നത് ജീരകം പൊടിച്ചതാണ്. 1 നുള്ളു ജീരകം പൊടിച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ചതച്ച മുളകാണ്. 2 ടീസ്പൂൺ ചതച്ച മുളക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ മുളകിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഒന്ന് നന്നായി വഴന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ആവശ്യമായ വെള്ളം ചേർക്കുന്നുണ്ട്. ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ കപ്പിന് 1.5 കപ്പ് വെള്ളമാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർക്കാം. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ഈ സമയം വെള്ളം കൂടുതൽ ഒഴിക്കുക. എനിക്കധികം വെള്ളം വേണ്ട. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഇതൊന്ന് നന്നായി ഇളക്കാം. ഈ സമയം ഉപ്പ് കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കണം. ഞാനിതിൻ്റെ ഉപ്പ് നോക്കുന്നുണ്ട്. എനിക്കൊരല്പം ഉപ്പ് കൂടി വേണമായിരുന്നു. അത് ഞാൻ ഈ സമയം ചേർക്കുന്നു. ഇതിനി നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. ഈ സവോളയും തക്കാളിയൊക്കെ ഒന്ന് നന്നായി വെന്ത് വരണം. ഇതൊന്ന് നന്നായി ഇളക്കാം. ഇതിപ്പോൾ ഒന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടയ്ക്കാം. 1 മിനിറ്റ് ആവിയിലൊന്ന് വേകട്ടെ. ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്കാം നമുക്ക്. ഇപ്പോൾ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെന്ത് വെച്ചിരിക്കുന്ന പയർ ഉടച്ചത് ചേർക്കാം. ഇത് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കാം. എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതിൽ തൊട്ടാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ കമൻറ്റും വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അതിന് മുമ്പായിട്ട് നമുക്കൊരല്പം കറിവേപ്പില കൂടി ചേർക്കണം. ഞാൻ 1 തണ്ട് കറിവേപ്പില ഇതിൽ ചേർക്കുന്നുണ്ട്. കറി തിളച്ചതിന് ശേഷം പച്ച കറിവേപ്പില ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നു. പരിപ്പ് കറി വെക്കുന്നതിലും ചെറുപയർ ചാറ് വെക്കുന്നതിലും ഒക്കെ നെയ്യ് ചേർത്താൽ നല്ല ടേസ്റ്റാണ്.
ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എനിക്ക് അധികം ചാറ് വേണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ പരുവത്തിലാണ് എടുക്കുന്നത്. എനിക്ക് ചപ്പാത്തിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. നിങ്ങൾക്ക് ചാറ് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഇത് ചേർക്കുന്ന കൂടെ തന്നെ ഒരല്പം ചൂടുവെള്ളം കൂടി ചേർക്കണം, ഈ സമയം ചേർക്കുന്നെങ്കിൽ. അടുത്തൊരു വീഡിയോയുമായി നാളെ ഇതേ സമയം ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.